ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിലുള്ള അടുത്തൊരു ഫംഗ്ഷൻ, ഒരു അരിത്മെറ്റിക് ഫംഗ്ഷനായിട്ടൊക്കെ പറയാം, ജാക്കോബി സിമ്പൽ. ജാക്കോബി സിമ്പൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത ലെജൻഡറി സിമ്പലിൻ്റെ ഒരു ജനറലൈസേഷനാണ്, ഒരു എക്സ്റ്റൻഷനാണ്. ലെജൻഡറി സിമ്പൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഡ് പ്രൈംസിലാണ്, ഓഡ് പ്രൈം നമ്പേഴ്സിലാണ് ലെജൻഡറി സിമ്പൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പി എന്നുള്ളൊരു ഓഡ് പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ലെജൻഡറി സിമ്പൽ പറയാം. നമ്മൾ ഇനി ചെയ്യുന്നത് അതിനെ പോസിറ്റീവ് ഓഡ് ഇൻറ്റിജേഴ്സ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ഓക്കെ, അല്ലെങ്കിൽ ജനറലൈസ് ചെയ്യാം. അപ്പോൾ ഡെഫിനിഷൻ നോക്കുക, പി ഒരു ക്യാപിറ്റൽ പി ഒരു പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ആണെങ്കിൽ അതിന് പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ടാവും. പ്രൈം ഫാക്ടറൈസേഷൻ ഇതാണെന്ന് കരുതുക, പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to r പി ഐ റൈസ് ടു എ ഐ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ലെജൻഡറി സിമ്പൽ, ജാക്കോബി സിമ്പലും ലെജൻഡറി സിമ്പലും നൊട്ടേഷൻ സെയിം തന്നെയാണ്, ഓക്കെ. കാരണം പറയാം, എൻ ബൈ പി, ജാക്കോബി സിമ്പൽ എൻ ബൈ പി ഈക്വൽ ടു പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to r. legendary Jacobi symbol n by p equal to product I runs from 1 to r. legendary symbol n by p I raised to ai. അതായത് ജാക്കോബി സിമ്പൽ എൻ ബൈ പി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എൻ ബൈ പി ഐസ് കാണുക, ലെജൻഡറി സിമ്പൽ എൻ ബൈ പി ഐസ് കാണുക, അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ ഐ വെച്ചിട്ട് പവർ കാണുക, എന്നിട്ട് കിട്ടിയ നമ്പേഴ്സിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആ നമ്പറിനെയാണ് ജാക്കോബി സിമ്പൽ എൻ ബൈ പി എന്ന് പറയാം, ഓക്കെ. പിന്നെ പ്രൈം ഫാക്ടറൈസേഷൻ ഇല്ലാത്തൊരു ഓഡ് പോസിറ്റീവ് നമ്പർ, പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ട് 1, അതിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക, എൻ ബൈ 1 ഈക്വൽ ടു 1, ഓക്കെ. ഇതിനെ ഞാൻ ലെജൻഡറി സിമ്പലിൻ്റെ ജനറലൈസേഷൻ ആണെന്ന് പറയാൻ കാരണം നോക്കുക, പി ഒരു ഓഡ് ഇൻറ്റിജറാണ്, മോറോവർ പ്രൈം ആണെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷനിൽ ഒറ്റ നമ്പറേ ഉണ്ടാവുള്ളൂ, ഓക്കെ. പി ഈക്വൽ ടു പി തന്നെ ആയിരിക്കും അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ ജാക്കോബി സിമ്പൽ എൻ ബൈ പി വിൽ ബി ഈക്വൽ ടു ജാക്കോബി ലെജൻഡറി സിമ്പൽ എൻ ബൈ പി ബൈ ഡെഫിനിഷൻ ഓഫ് ജാക്കോബി സിമ്പൽ. അതാണ് ഞാൻ ലെജൻഡറി സിമ്പലിൻ്റെ ഒരു ജനറലൈസേഷനാണ് ജാക്കോബി സിമ്പൽ എന്ന് പറഞ്ഞത്, ഓക്കെ. ഇനി നോട്ട് നോക്കാം. ലെറ്റ് പി ബി എ positive integer and n belongs to n. n by p equal to legendary symbol n by p equal to 1 minus 1 or 0. കാരണം n by p എന്നുള്ള നമ്പറിനും ജാക്കോബി സിമ്പലിനും പോസിബിളായിട്ട് 1 മൈനസ് 1 0 എന്നുള്ള 3 ചോയ്സേ ഉള്ളൂ. കാരണം ലെജൻഡറി സിമ്പലിന് ഈ 3 ചോയ്സ് തന്നെ ഉള്ളൂ, 1 മൈനസ് 1 0. അപ്പോൾ അതിൻ്റെ പവേഴ്സിനും ഈ 3 ചോയ്സ് തന്നെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പവേഴ്സിന് 1 മൈനസ് 1 0, 1 മൈനസ് 1 0 എന്നുള്ള നമ്പേഴ്സിൻ്റെ പവേഴ്സിനും ചോയ്സ് 1 മൈനസ് 1 0. പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റിനും അപ്പോൾ അതേ ചോയ്സുകൾ തന്നെ ഉണ്ടാവുള്ളൂ, 1 മൈനസ് 1 0. അതായത് ജാക്കോബി സിമ്പലിനും 3 ചോയ്സേ ഉള്ളൂ, 1 മൈനസ് 1 0. ഇനി നെക്സ്റ്റ് നോട്ട് എന്ന് പറയുന്നത് ജി സി ഡി എൻ കോമ പി ഐ, ജി സി ഡി ഓഫ് എൻ ആൻഡ് പി ഐ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, അതായത് എന്നിനും പി ഐക്കും അല്ലാതെ വേറൊരു ഡിവൈസർ ഉണ്ടെന്ന് വരും. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിവൈസർ ഉണ്ടെന്ന് കരുതുക, ഓക്കെ. ജി സി ഡി അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ദാൻ 1 ആവും. അപ്പോൾ ആ കേസിൽ ജാക്കോബി സിമ്പൽ എൻ ബൈ പി ഈക്വൽ ടു 0 ആയിരിക്കും, ഓക്കെ. പിന്നെ നേരെ തിരിച്ചും പറയാം, എൻ ബൈ
എൻ ബൈ പി ഈക്വൽ ടു ജാക്കോബി സിമ്പൽ എൻ ബൈ പി ഈക്വൽ ടു 0 ആവും. അപ്പോൾ പിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള ഏതോ ഒരു പ്രൈമായിട്ട് എന്നിൻ്റെ ജി സി ഡി ഗ്രേറ്റർ ദാൻ 1 ആവുന്ന കേസ്. ട്രിവിയലാണ്. ആദ്യം എന്നിൻ്റെയും പിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള ഏതെങ്കിലും ഒരു പ്രൈമും ആയിട്ട് ജി സി ഡി ഗ്രേറ്റർ ദാൻ 1 ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എൻ ബൈ പി എൻ ബൈ പി ഐ 0 ആകുമെന്ന് പറയാം. കാരണം എന്നിനെ പി ഡിവൈഡ് ചെയ്യും ആ കേസിൽ. അപ്പോൾ അത് 0 ആവും. അപ്പോൾ ജാക്കോബി സിമ്പൽ എൻ ബൈ പി എന്ന് പറഞ്ഞാൽ ലെജൻഡറി സിമ്പിൾസിൻ്റെ മൾട്ടിപ്പിളാണ്. അതിലേതോ ഒരു ലെജൻഡറി സിമ്പൽ 0 ആയിട്ട് പോകും. അപ്പോൾ ഹോൾ പ്രൊഡക്റ്റ് 0 ആവും. തിരിച്ചും പറയാം, എൻ ബൈ പി 0 ആണെങ്കിൽ എന്ത് പറയാം? ഏതോ ഒരു എൻ ബൈ പി ഐ പിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള പ്രൈംസ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഏതോ ഒരു എൻ ബൈ പി ഐ 0 ആകുന്നുണ്ട് പറയാം. ആ പി ഐയും എന്നും ആ പി ഐ കൺസിഡർ ചെയ്താൽ എന്നും പി ഐയും തമ്മിലുള്ള ജി സി ഡി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, കാരണം എൻ ബൈ പി ഐ 0 ആകുന്നുണ്ടെങ്കിൽ ജാക്കോബി ലെജൻഡറി സിമ്പൽ എൻ ബൈ പി ഐ 0 ആകുന്നുണ്ടെങ്കിൽ എന്ത് പറയാം? പി എന്നിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ പി എന്നിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നും പിയും തമ്മിലുള്ള ജി സി ഡി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയാം. ഓക്കെ, ഇനി ജാക്കോബി സിമ്പിളിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നോക്കുക. പിയും ക്യൂവും ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എം ബൈ പി ഇൻറ്റു എൻ ബൈ പി ഈക്വൽ ടു എം എൻ ബൈ പി ഫോർ ഓൾ എം കോമ എൻ ബിലോങ്സ് ടു എൻ. അതായത് പി എന്നുള്ളൊരു ഓഡ് പ്രൈം നമ്പർ ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ ഫിക്സ് ചെയ്താൽ വരുന്ന ജാക്കോബി സിമ്പൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. പ്രൂഫ് നോക്കുക. പിയും ക്യൂവും ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണെന്ന് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പിക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ടാവും. അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കൺസിഡർ ചെയ്യുക. പി ഈക്വൽ ടു പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം ആർ പി ഐ റേസ് ടു എ ഐ. ഇനി എം ബൈ പിയും എൻ ബൈ പിയും ജാക്കോബി സിമ്പൽ എം ബൈ പി ഇൻറ്റു എൻ ബൈ പി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ബൈ ഡെഫിനിഷൻ നമുക്ക് എൻ ബൈ പി ഈക്വൽ ടു പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to r എം ബൈ പി ഐ റേസ് ടു എ ഐ ഇൻറ്റു പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to r എൻ ബൈ പി ഐ റേസ് ടു എ ഐ എന്ന് എഴുതാം. ഓക്കെ, അതാണ് എം ബൈ പി ഇൻറ്റു എൻ ബൈ പി. ഇനി എം എൻ ബൈ പി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എം എൻ ബൈ പി ബൈ ഡെഫിനിഷൻ ഓഫ് ജാക്കോബി സിമ്പൽ പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to r ലെജൻഡറി സിമ്പൽ എം എൻ ബൈ പി ഐ റേസ് ടു എ ഐ. ലെജൻഡറി സിമ്പലാണ്. ലെജൻഡറി സിമ്പൽ എം എൻ ബൈ പി ഐ റേസ് ടു എ ഐ. ലെജൻഡറി സിമ്പൽ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. അപ്പോൾ എന്ത് വരും? എം എൻ ബൈ പി ഐന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? എം ബൈ പി ഐ ഇൻറ്റു എൻ ബൈ പി ഐ എന്ന് എഴുതാം. റേസ് ടു എ ഐ പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to r. ഓക്കെ, പിന്നെ എം ബൈ പി ഐ ഇൻറ്റു എൻ ബൈ പി ഐ ഓൾ റേസ് ടു എ ഐനെ എനിക്ക് എങ്ങനെ എഴുതാം? എം ബൈ പി ഐ റേസ് ടു എ ഐ ഇൻറ്റു എൻ ബൈ പി ഐ റേസ് ടു എ ഐ. ഇനി ഈ പ്രോഡക്റ്റിനെ ഓരോ ഐക്ക് ഓരോ വാല്യൂ കൊടുത്തിട്ട് എഴുതാം. അപ്പോൾ എം ബൈ പി ഐ പി വൺ റേസ് ടു എ വൺ എൻ ബൈ പി വൺ റേസ് ടു എ വൺ എം ബൈ പി ഐ പി ടു റേസ് ടു എ ടു എൻ ബൈ പി ടു റേസ് ടു എ ടു എക്സെട്ര എം ബൈ പി ആർ റേസ് ടു എ ആർ ഇൻറ്റു എൻ ബൈ പി ആർ റേസ് ടു എ ആർ. ഇനി എം വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതുക, എൻ വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതുക. എം വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതിയാൽ നമുക്ക് ഇങ്ങനെ കമ്പൈൻ ചെയ്യാം. പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to r എം ബൈ പി ഐ റേസ് ടു എ ഐ പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to r എൻ ബൈ പി ഐ റേസ് ടു എ ഐ. അത് എം ബൈ പി ഇൻറ്റു എൻ ബൈ പിക്ക് ഈക്വലാണ്. അതാണ് നമ്മൾ ആദ്യം എഴുതി വെച്ചത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്.
ഒരു ഓഡ് പ്രൈം നമ്പർ പി ഫിക്സ് ചെയ്താൽ ജാക്കോബി സിമ്പൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. ഇനി എന്നിനെ ഫിക്സ് ചെയ്താലും ഓക്കെയാണ്. ഓക്കെ, എന്നിനെ ഫിക്സ് ചെയ്തിട്ട് പിയും ക്യൂവും ചേഞ്ച് ചെയ്ത് വരുന്ന ഫംഗ്ഷനും കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണെന്നാണ് അടുത്ത ഇത്. എന്ന് ഒരു ഏതൊരു നമ്പർ കൊടുക്കുക, പിയും ക്യൂവും ഓഡ് പോസിറ്റീവ് ഇൻറ്റീജർ ആയിട്ട് ചൂസ് ചെയ്താൽ ജാക്കോബി സിമ്പൽ n ബൈ പി ഇൻറ്റു n ബൈ ക്യൂ ഈക്വൽ ടു n ബൈ പി ക്യൂ ആണ്. ഓക്കെ, കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ് ജാക്കോബി സിമ്പൽ. എന്നിനെ ഫിക്സ് ചെയ്തിട്ട് ഓഡ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൽ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ്. ലെറ്റ് പി ഈക്വൽ ടു പ്രൂഫ് പിയും ക്യൂവും ഓഡ് പോസിറ്റീവ് ഇൻറ്റീജറാണ് അസ്യൂം ചെയ്യുക. അപ്പോൾ പിക്കും ക്യൂക്കും പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ജനറലൈസ്ഡ് ഞാൻ രണ്ട് രീതിയിൽ പ്രൈം ഫാക്ടറൈസേഷൻ രണ്ട് നമ്പേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷന് രണ്ട് രീതിയിൽ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രണ്ട് നമ്പേഴ്സും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ P1 റൈസ് ടു A1, P2 റൈസ് ടു A2 എക്സെട്ര PR റൈസ് ടു AR. പിന്നെ രണ്ടാമത്തെ നമ്പറിന് Q1 റൈസ് ടു B1, Q2 റൈസ് ടു B2 എക്സെട്ര QL റൈസ് ടു BL എന്നുള്ള രൂപത്തിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് വെച്ചിട്ട് രണ്ടിനും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണ്. കാരണം ആ രണ്ട് നമ്പേഴ്സിൻ്റെയും പ്രൈം ഫാക്ടറൈസേഷനിൽ കോമൺ പ്രൈംസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ PIസും QIസും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ എഴുതുക. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല, പിക്കും ക്യൂക്കും പിൻ്റെയും ക്യൂവിൻ്റെയും GCD 1 ആയിക്കോണമെന്നില്ല. അപ്പോൾ നമ്മൾ വേറെ രീതിയിൽ പ്രൈം ഫാക്ടറൈസേഷൻ കൺസിഡർ ചെയ്യലുണ്ടായിരുന്നു. P ഈക്വൽ ടു P1 റൈസ് ടു A1, P2 റൈസ് ടു A2 എക്സെട്ര PR റൈസ് ടു AR, Q ഈക്വൽ ടു P1 റൈസ് ടു B1, P2 റൈസ് ടു B2 എക്സെട്ര PR റൈസ് ടു BR. അവിടെ AIസും BIസും 0 മുതൽ ഗ്രേറ്റർ ദാൻ 0 ആയാൽ. ഓക്കെ, അപ്പോൾ രണ്ട് പിൻ്റെയും ക്യൂവിൻ്റെയും പ്രൈം ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ട് അതിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രൈം ഫാക്ടറൈസേഷൻ കൺസിഡർ ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് PQ എന്തിന് ഈക്വൽ ആയിരിക്കും? P1 റൈസ് ടു A1 പ്ലസ് B1, P2 റൈസ് ടു A2 പ്ലസ് B2 എക്സെട്ര PR റൈസ് ടു AR പ്ലസ് PRന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, പ്രോഡക്റ്റ് എടുത്താൽ മതി. ഇനി n ബൈ PQ കാൽക്കുലേറ്റ് ചെയ്യുക. n ബൈ PQ എന്തിന് ഈക്വൽ ആയിരിക്കും? ബൈ ഡെഫിനിഷൻ ഓഫ് ജാക്കോബി സിമ്പൽ പ്രോഡക്റ്റ് I runs from 1 to R n ബൈ PI റൈസ് ടു AI പ്ലസ് BIക്ക് ഈക്വൽ ആയിരിക്കും. കാരണം PQൻ്റെ പ്രൈം ഫാക്ടറൈസേഷനാണ് P1 റൈസ് ടു A1 പ്ലസ് B1, P2 റൈസ് ടു A2 പ്ലസ് B2 എക്സെട്ര PR റൈസ് ടു AR പ്ലസ് BR. ഇനി എന്ത് ചെയ്യാം? പവറിൽ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ n ബൈ PI റൈസ് ടു AI പ്ലസ് BIനെ നമുക്ക് n ബൈ PI റൈസ് ടു AI ഇൻറ്റു n ബൈ PI റൈസ് ടു BI എന്ന് എഴുതാം. ഇനി പ്രോഡക്റ്റിനെ സ്പ്ലിറ്റ് ഐക്ക് വാല്യൂ കൊടുത്തിട്ട് കറസ്പോണ്ടിങ് ടേംസ് എഴുതുക. അപ്പോൾ n ബൈ P1 റൈസ് ടു A1, n ബൈ P1 റൈസ് ടു B1 പ്ലസ് എക്സെട്ര ഇൻറ്റു n ബൈ P2 റൈസ് ടു A2 ഇൻറ്റു n ബൈ P2 റൈസ് ടു B2 പ്ലസ് ഇൻറ്റു എക്സെട്ര n ബൈ PR റൈസ് ടു AR ഇൻറ്റു n ബൈ PR റൈസ് ടു BR എന്നാക്കിയിട്ട് എഴുതുക. ഇനി P1 വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതുക. അപ്പോൾ n ബൈ P1 റൈസ് ടു A1, n ബൈ P2 റൈസ് ടു A2 എക്സെട്ര n ബൈ PR റൈസ് ടു AR. പിന്നെ ആദ്യം A1 വരുന്ന ടേംസിനൊക്കെ പവറിൽ A1 വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് AIs വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതുക. പിന്നെ BIs വരുന്ന ടേംസിനൊക്കെ ഒരുമിച്ച് എഴുതുക. അതാണ് ചെയ്തത്, റീഅറേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ എഴുതുക. പ്രോഡക്റ്റ് I runs from 1 to R n ബൈ PI റൈസ് ടു AI. പ്രോഡക്റ്റ് I runs from 1 to R n ബൈ PI റൈസ് ടു BI. അത് എന്താണ്? n ബൈ P ഇൻറ്റു n ബൈ Qന് ഈക്വലാണ്. അതാണ് പ്രൂഫ്. ഓക്കെ, സിമ്പിളാണ്, ഡയറക്റ്റാണ്. ഇനി തേർഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് m ബൈ P ഈക്വൽ ടു n ബൈ P ആണെങ്കിൽ, അങ്ങനെയല്ല, m കോൺഗ്രുവൻ്റ് ടു n മോഡ് P ആണെങ്കിൽ
എം ബൈ പി ഈക്വൽ ടു എൻ ബൈ പി ആയിരിക്കും. അതായത് എമ്മിനെയും എന്നിനെയും പിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം റിമൈൻഡർ ആണെങ്കിൽ എം ബൈ പിയും എൻ ബൈ പിയും ഈക്വൽ ആയിരിക്കും ജാക്കോബി സിമ്പൽ. അതായത് സെഡ് പിയിൽ എം വരുന്ന റെസിഡ്യൂ ക്ലാസ്സും എൻ വരുന്ന റെസിഡ്യൂ ക്ലാസ്സും ഈക്വൽ ആണെങ്കിൽ എം ബൈ പി ഈക്വൽ ടു എൻ ബൈ പി ആവും. ഓക്കെ, നിങ്ങൾ പല ലാംഗ്വേജിൽ പറയാം. എം കോൺഗ്രുവൻറ്റ് എൻ മോഡ് പിൻ്റെ ആ കണ്ടീഷൻ്റെ പല ലാംഗ്വേജിൽ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് പറയാം. ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ എം കോൺഗ്രുവൻറ്റ് എൻ മോഡ് പി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. ഓക്കെ, ലെറ്റ് പി ഈക്വൽ ടു പി വൺ റൈസ് ടു എ വൺ. പ്രൂഫ് പി ഓഡ് പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പിക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ഉണ്ടാവും. പ്രൈം ഫാക്ടറൈസേഷൻ കൺസിഡർ ചെയ്യുക. ഓക്കെ, എമ്മും എന്നും എന്നിലാണെന്ന് കരുതുക. മോർ ഓവർ എം കോൺഗ്രുവൻറ്റ് ടു എൻ മോഡ് പി ആണെന്ന് കരുതുക. ഓക്കെ, എം കോൺഗ്രുവൻറ്റ് ടു എൻ മോഡ് പി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പിയുടെ പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് പറയാം എം കോൺഗ്രുവൻറ്റ് ടു എൻ മോഡ് പി എന്തിന് ഈക്വലാണ്? പി വൺ റൈസ് ടു എ വൺ എക്സെട്ര പി ആർ റൈസ് ടു എ ആർ എന്ന് പറയാം. പി ഐസ് ഒക്കെ പ്രൈംസ്. അതായത് പി വൺ റൈസ് ടു എ വൺ എക്സെട്ര പി ആർ റൈസ് ടു എ ആർ എന്തിനെ ഡിവൈഡ് ചെയ്യും? എം മൈനസ് എന്നിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അതായത് എം മൈനസ് വൺ ഈക്വൽ ടു എ പ്രോഡക്റ്റ് ഓഫ് പി വൺ റൈസ് ടു എ വൺ എക്സെട്ര പി ആർ റൈസ് ടു എ ആർ ആയിരിക്കും. ഓക്കെ, അതാണ് എഴുതിയത്. എം മൈനസ് എൻ ഈക്വൽ ടു കെ ഇൻറ്റു പി വൺ റൈസ് ടു എ വൺ എക്സെട്ര പി ആർ റൈസ് ടു എ ആർ ഷിൽ ബി ഈക്വൽ ടു which implies m minus n equal to k into ഇങ്ങനെ ആക്കിയിട്ട് പി ഐ റൈസ് ടു എ ഐനെ മാറ്റിയിട്ട് എഴുതാം. ഓക്കെ, അതായത് എം മൈനസ് എൻ ഈക്വൽ ടു കെ ഇൻറ്റു സെക്കൻഡ് സ്റ്റെപ്പിൽ ഇങ്ങനെ ആക്കിയിട്ട് എഴുതാം. പി വൺ റൈസ് ടു എ വൺ, പി ടു റൈസ് ടു എ ടു എക്സെട്ര പി ഐ മൈനസ് വൺ ഇൻറ്റു എ ഐ മൈനസ് വൺ ഇൻറ്റു പി ഐ പ്ലസ് വൺ ഇൻറ്റു പി ഐ മൈനസ് വൺ റൈസ് ടു എ ഐ മൈനസ് വൺ ഇൻറ്റു പി ഐ പ്ലസ് വൺ റൈസ് ടു എ ഐ പ്ലസ് വൺ ഇൻറ്റു എക്സെട്ര പി ആർ റൈസ് ടു എ ആർ. അതായത് പി ഐ റൈസ് ടു എ ഐനെ പ്രോഡക്റ്റിൻ്റെ അവസാനമായിട്ട് എഴുതാം. അവിടുന്ന് എന്ത് പറയാം? എം മൈനസ് എന്നിനെ പി ഐ റൈസ് ടു എ ഐ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. പി പ്രൈം ആയതുകൊണ്ട് തന്നെ പി ഐ റൈസ് ടു എ ഐ എം മൈനസ് എന്നിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പി ഐ എം മൈനസ് എന്നിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. എല്ലാം ആയിരിക്കും. അതായത് എം കോൺഗ്രുവൻറ്റ് ടു എൻ മോഡ് പി ഐ ആണെന്ന് പറയാം. ഓക്കെ, അതാണ് താഴെ എഴുതിയത്. പി ഐ റൈസ് ടു എ ഐ എം മൈനസ് എന്നിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എം മൈനസ് എന്നിനെ പി ഐ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചതാണ് താഴെ. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ ഡെഫിനിഷൻ ഓഫ് ജാക്കോബി സിമ്പൽ എം ബൈ പി എന്തിന് ഈക്വൽ ആയിരിക്കും? എം ബൈ പി ഈക്വൽ ടു പ്രോഡക്റ്റ് ഐ റൺസർ 1 to r എം ബൈ പി ഐ റൈസ് ടു എ ഐക്ക് ഈക്വൽ ആയിരിക്കും. നമുക്ക് ക്ലെയിം ചെയ്യേണ്ടത് എന്താ? എം ബൈ പി ഐ ഈക്വൽ ടു എൻ ബൈ പി ഐ ആണെന്ന് ക്ലെയിം ചെയ്താൽ മതി. ഓക്കെ, അത് ക്ലെയിം ചെയ്താൽ എം ബൈ പി ഐസും എൻ ബൈ പി ഐസും ഈക്വൽ ആണെന്ന് ക്ലെയിം ചെയ്താൽ നമ്മൾ ഈ പ്രോഡക്റ്റ് എന്തിന് ഈക്വലാണെന്ന് പറയാം? പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രോം 1 to r എൻ ബൈ പി ഐ റൈസ് ടു എ ഐക്ക് ഈക്വലാണെന്ന് പറയാം. അത് ബൈ ഡെഫിനിഷൻ ഓഫ് ജാക്കോബി സിമ്പൽ എൻ ബൈ പിക്ക് ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ക്ലെയിം പ്രൂവ് ചെയ്താൽ നമുക്ക് റിക്വയർഡ് റിസൾട്ട് ആവും. ഓക്കെ, അപ്പോൾ ക്ലെയിം നോക്കുക. നമ്മൾക്ക് അറിയാവുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യം എം കോൺഗ്രുവൻറ്റ് ടു എൻ മോഡ് പി എന്നാണ്. എം കോൺഗ്രുവൻറ്റ് ടു എൻ മോഡ് പി ആണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം കോൺഗ്രുവൻറ്റ് ടു എൻ മോഡ് പി വൺ റൈസ് ടു എ വൺ എക്സെട്ര പി ആർ റൈസ് ടു എ ആർ എന്ന് പറയാം. ഓക്കെ, അതായത് പി വൺ റൈസ് ടു എ വൺ, പി ടു റൈസ് ടു എ ടു എക്സെട്ര പി ആർ റൈസ് ടു എ ആർ എന്തിനെ ഡിവൈഡ് ചെയ്യും? എം മൈനസ് എന്നിനെ
ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് m-1 നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, k ഇൻറ്റു p1 റൈസ് ടു a1 എക്സെട്ര pr റൈസ് ടു ar. ഓക്കെ, അതിലെ ഓരോ പ്രൈംസും ഈ m-n ഡിവൈഡ് ചെയ്യും. അതായത് ഏത് പ്രൈം കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഒരു pi, ഈ പീൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള ഒരു പ്രൈം pi കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് എങ്ങനെ എഴുതാം, m-n ഈക്വൽ ടു c ഇൻറ്റു pi എന്ന് എഴുതാം. ഓക്കെ, അതിൽ c ആയിട്ട് എന്തിനു ചൂസ് ചെയ്താൽ മതി, p1 റൈസ് ടു a1, p2 റൈസ് ടു a2 എക്സെട്ര ജനറൽ ടേം pi റൈസ് ടു ai-1. ഓക്കെ, ai-1 pr എക്സെട്ര ഇൻറ്റു pr റൈസ് ടു ar. ഓക്കെ, p1 റൈസ് ടു a1, k ഇൻറ്റു p1 റൈസ് ടു a1 ഇൻറ്റു p2 റൈസ് ടു a2 എക്സെട്ര pi റൈസ് ടു ai-1 എക്സെട്ര pr റൈസ് ടു ar. സീന അതായിട്ട് ചൂസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ m-n ഈക്വൽ ടു c ഇൻറ്റു pi എന്നുള്ള രൂപത്തിൽ എഴുതാം. അതായത് pi m-n ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് m-n-ൻ്റെയും m-ൻ്റെയും n-ൻ്റെയും പി ഐയിലുള്ള റെസിഡ്യൂ ക്ലാസ് സെയിം ആണ്. ഓക്കെ, അതായത് m-നെയും n-നെയും p-നോട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ സെയിം ആയിരിക്കും. റിമൈൻഡർ സെയിം ആണെങ്കിൽ എന്ത് പറയാം, റിമൈൻഡർ സെയിം ആണെങ്കിൽ ലെജൻഡറി സിമ്പിൾ ലെജൻഡറി സിമ്പിൾ m/pi-യും ലെജൻഡറി സിമ്പിൾ n/pi-യും ഈക്വൽ ആണെന്ന് പറയാം, m-ൻ്റെയും n-ൻ്റെയും. ഓക്കെ, m-ൻ്റെയും n-ൻ്റെയും ലെജൻഡറി സിമ്പിൾ സെയിം ആണ്. m/pi-യും n/pi-യും സെയിം ആണെന്ന് പറയാം, ലെജൻഡറി സിമ്പിൾ ആണെന്ന് ഓർത്ത് വെക്കുക. കാരണം m-ഉം n-ഉം ZPI-യിൽ സെയിം റെസിഡ്യൂ ക്ലാസ്സിലാണ് വരുന്നത്. അതായത് m-നെയും n-നെയും pi-നോട് ഡിവൈഡ് ചെയ്താൽ സെയിം റിമൈൻഡറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ഉപയോഗിച്ചിട്ട് 1-ൽ m/pi-ക്ക് പകരം n/pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലെയിം ആയിട്ടുണ്ട്. ക്ലെയിം ഉപയോഗിച്ചിട്ട് n/p ഈക്വൽ ടു പ്രോഡക്റ്റ് i റൺസ് ഫ്രം 1 to r n/pi റൈസ് ടു ai കൊടുക്കുക ബൈ. ഓക്കെ, ഇക്വേഷൻ 2 ഇതേപോലെ ആവും. ഇക്വേഷൻ 1 becomes like this. Okay, which is equal to n/p by definition of Jacobi symbol. Okay, അപ്പോൾ m/p equal to n/p ആവും. പ്രൂഫും ട്രിവിയൽ ആണ്, നമ്മൾ നോക്കാം. ഇനി അടുത്ത പ്രോപ്പർട്ടി a² n/p equal to n/p, where gcd of a, p equal to 1. എയും പിയും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ a² n/p n/pക്ക് ഈക്വൽ ആവും. അതാണ് അടുത്ത പ്രോപ്പർട്ടി. ഇപ്പോൾ നോക്കുക പ്രൂഫ്. പിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കൺസിഡർ ചെയ്യുക. a² n/p ലെജൻഡറി സിമ്പിൾ ജാക്കോബി സിമ്പിളിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തിട്ട് എഴുതുക. അപ്പോൾ a² n/p എന്തിന് ഈക്വൽ ആയിരിക്കും, പ്രോഡക്റ്റ് i റൺസ് ഫ്രം 1 to r ലെജൻഡറി സിമ്പിൾ a² n/pi റൈസ് ടു ai. ലെജൻഡറി സിമ്പിൾ കംപ്ലീറ്റ്ലി മൾട്ടിപ്ലിക്കേറ്റീവ് ആണ്. അപ്പോൾ a² n/pi നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. a² ഇൻറ്റു n/pi ഓൾ റൈസ് ടു ai എന്നാക്കിയിട്ട് എഴുതുക. പിന്നെ പ്രോഡക്റ്റ് i റൺസ് ഫ്രം 1 to r. പിന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യം, ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അസ്യൂം ചെയ്യുന്ന കാര്യം gcd ഓഫ് a, p 1 ആണ്. ഓക്കെ, gcd ഓഫ് a, p 1 ആണെങ്കിൽ എന്ത് പറയാം, പിൻ്റെ ഫാക്ടേഴ്സ് ഒന്നും എൻ്റെ ഫാക്ടറും ആവില്ല. ഓക്കെ, അങ്ങനെ പറയാം. മോർ ഓവർ പിൻ്റെ ഫാക്ടേഴ്സുമായിട്ടൊക്കെ എ റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, gcd ഓഫ് a, pi 1 ആണെന്ന് പറയാം. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ gcd ഓഫ് a, p 1 ആവില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്കും പി ഐക്സിനൊന്നും കോമൺ ഫാക്ടർ ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ a² എൻ്റെ ഫാക്ടേഴ്സ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ
എൻ്റെ എ സ്ക്വയറിലും ഉണ്ടാവുക. ഓക്കെ, എ സ്ക്വയറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ എൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിലുള്ള അല്ലാത്ത പ്രൈംസ് ഒന്നും വരില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എ സ്ക്വയറും പി ഐസും റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയാം. എസ് ജി സി ഡി ഓഫ് എ സ്ക്വയർ പി ഐ ഈക്വൽ ടു 1 ആണെന്ന് പറയാം. അതായത് പി ഐ എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യില്ല എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ലെജൻഡറി സിമ്പൽ എ സ്ക്വയർ ബൈ പി ഐ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാം. എ സ്ക്വയർ ഒരു സ്ക്വയർ നമ്പറാണ്. അപ്പോൾ ലെജൻഡറി സിമ്പൽ എ സ്ക്വയർ ബൈ പി ഐ ഈക്വൽ ടു 1 ആകും ഫോർ ഓൾ ഐ റൺസ് ഫ്രം 1 to r. ഓക്കെ, ബൈ ഡെഫിനിഷൻ ഓഫ് ലെജൻഡറി സിമ്പൽ പി ഐ പ്രൈം ആണെങ്കിൽ ഏതൊരു സ്ക്വയർ നമ്പറും പി ഐൻ്റെ ക്വാഡ്രാറ്റിക് റെസിഡ്യൂ ആകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ലെജൻഡറി സിമ്പൽ എ സ്ക്വയർ ബൈ പി ഐ ഈക്വൽ ടു 1 ആയിരിക്കും എല്ലാ പി ഐസ്. അപ്പോൾ ഇക്വേഷൻ 2ൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ ഇക്വേഷൻ 2 എന്തായിട്ട് മാറും? ജാക്കോബി സിമ്പൽ എ സ്ക്വയർ എൻ ബൈ പി ഈക്വൽ ടു പ്രോഡക്റ്റ് ഐ റൺസ് ഫ്രം 1 to r ലെജൻഡറി സിമ്പൽ എൻ ബൈ പി ഓൾ റൈസ് ടു എ സ്ക്വയർ ബൈ എൻ ബൈ പി ജാക്കോബി സിമ്പൽ എ സ്ക്വയർ ബൈ എൻ ബൈ പി. അപ്പോൾ എന്തിന് ഈക്വൽ ആവും? ബൈ ഡെഫിനിഷൻ ഓഫ് ജാക്കോബി സിമ്പൽ എൻ ബൈ പിന് ഈക്വൽ ആവും. ഓക്കെ, ഇതാണ് അടുത്ത പ്രോപ്പർട്ടി. അപ്പോൾ ബേസിക് പ്രോപ്പർട്ടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? -1, 2 ഈ രണ്ട് കേസിൽ ജാക്കോബി സിമ്പലിൻ്റെ വാല്യൂസ് കണ്ടെത്താം. ഓക്കെ, നമ്മൾ ലെജൻഡറി സിമ്പൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഐഡിയാസിൽ തന്നെയാണ് ജാക്കോബി സിമ്പൽസിൻ്റെ പ്രോപ്പർട്ടീസും വരുന്നത്. ഇനി -1 ബൈ പി 2 ബൈ പി എന്നുള്ള ഈ രണ്ട് വാല്യൂസ് എന്താണെന്ന് പറയണം. അതാണ് അടുത്ത തിയറം. അത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.